ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങേയറ്റം ഫ്ലോപ്പായിട്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. മച്ചാന്മാരെ, ആറ്റിങ്ങൽ ബ്ലോഗറാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള ഒരു കുഞ്ഞ് മോട്ടിവേഷൻ വീഡിയോ എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത പുതിയതായിട്ട് വരുന്ന വീഡിയോകളിൽ നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്തെ കാര്യങ്ങളാണ്. ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങി ഏകദേശം 2017-18 സമയത്തിലാണ് ഇങ്ങനെ തോന്നുന്നു. അത് ടൈം അറിയത്തില്ല. ചാനൽ തുടങ്ങി, അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത് വീണ്ടും ഒരു ചാനൽ തുടങ്ങി, അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. മൂന്നാമത് കോപ്പിറൈറ്റ് ഇഷ്യൂവും കാര്യങ്ങളായിട്ട് മോണിറ്റൈസേഷൻ ആവാറായ സമയത്ത് അവസാനത്തെ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടുന്നു വെച്ചാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാരുമില്ല, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അവസാനമായിട്ട് തുടങ്ങിയ ചാനലാണ് ഈ ആറ്റിങ്ങൽ ബ്ലോഗർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ. പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് എങ്ങനെയാണ് യൂട്യൂബ് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തരുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ വീഡിയോ കയറി സെർച്ച് ചെയ്ത് നമ്മളെ കാർട്ടൂൺ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ന്യൂസ് ചാനൽസ് കാണാറുണ്ട്, മൂവി ട്രെയിലർ, മൂവി അങ്ങനെയുള്ള സംഭവം സെർച്ച് ചെയ്തെടുക്കാൻ നേരത്ത് യൂട്യൂബ് ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 2-3 ആഡ് അല്ലെങ്കിൽ ഒരു ആഡ് ആദ്യം കാണിക്കും. സ്കിപ്പ് ചെയ്യുന്ന ആഡായിരിക്കും, നോൺ സ്കിപ്പബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കുറേ ആഡുകൾ നമ്മൾ യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും. ആ ആഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വീഡിയോ പ്ലേ ആവത്തുള്ളൂ. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ പ്ലേ ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ കാണുന്ന നമ്മൾ ആഡ് കാണുന്ന അനുസരിച്ചാണ് നമുക്ക് യൂട്യൂബ് എത്ര ഏർണിങ്സ് തരണമെന്ന് യൂട്യൂബ് കണക്ക് കൂട്ടുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു വീഡിയോ ഇന്ന് ചെയ്ത് നാളെ യൂട്യൂബ് നമുക്ക് പൈസ തരുമെന്നല്ല. പതിയെ ചെയ്ത് അതിൽ നിന്ന് ഓരോ ആഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ വൈറലാവുന്ന അനുസരിച്ചാണ് നമുക്ക് യൂട്യൂബ് ഏർണിങ്സ് കിട്ടുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളാകുമ്പോഴത്തേക്ക് ചോദിക്കുന്നതാണ്, അതിൽ ഏർണിങ്സ് വരുമാനം വല്ല വന്ന് തുടങ്ങിയാടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സംഭവം അത് മോണിറ്റൈസേഷൻ ആയാലേ അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടത്തുള്ളൂ. അതിൽ ഞാൻ തുടങ്ങിയ സമയത്ത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും വേണമായിരുന്നു. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല കഷ്ടപ്പാടാണ്. ഒരു ചാനൽ തുടങ്ങി 1, 2, 3 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറി ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വന്ന് അതിൽ നിന്ന് വാച്ചവേഴ്സ് കിട്ടി. അങ്ങനെയാണ് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ പറ്റുന്നത്. അത് 4000 വാച്ചവേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരാൻ പാടില്ല. അപ്പം അത്രയും ചെയ്തിട്ട് വേണം ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് ക്യാഷ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയപ്പോൾ കുറേ നാളെ, ഒരു കൊല്ലം 1.5 കൊല്ലം അടുപ്പിച്ചായി. എനിക്ക് കണ്ടിന്യൂസ് വീഡിയോയും കാര്യങ്ങളും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഏർണിങ്സ് ഫുള്ളായിട്ടില്ല. അതിലൊരു മിനിമം ഉണ്ട്. ഒരു മിനിമം ക്യാഷ് ആയാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിലോട്ട് അത് വരത്തുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി ഇനി വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ആ ക്യാഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോ യൂട്യൂബിൽ നിന്നും ഏർണിങ്സ് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരുന്നതും, അപ്പോൾ അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്തുള്ളൂ. കാരണം പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളൊരു കുഞ്ഞ് മോട്ടിവേഷൻ വീഡിയോ ആണ്. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങേയറ്റം ഫ്ലോപ്പായിട്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. അത് 3 ചാനൽ വരെ ആയി. ലാസ്റ്റ് 3ാമത്തെ ചാനൽ വരെ പൂട്ടിക്കെട്ടി അവസാനം തുടങ്ങിയ ചാനലാണ് ഇത് മോണിറ്റൈസ്ഡ് ആയി. എന്തോ ഒരു ഇതിൽ എനിക്ക് നല്ല രീതിക്ക് ചെറുതായിട്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ ചാനൽ. അപ്പോൾ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനടുത്ത് എനിക്ക് ഇതേ പറയാനുള്ളൂ, ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, പതിയെ മുന്നേറുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.